ഇപ്പോൾ ചാന്ദിനി DACയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് പെട്ടെന്നൊരു റിയലൈസേഷൻ ഹിറ്റ് ചെയ്യും പോലെ, ലൈക്ക് യു ഗൈസ് ആർ മേക്കിംഗ് എ റിയൽ ഡിഫറൻസ് ഇൻ ദ സൊസൈറ്റി എന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. പക്ഷേ എനിക്കിപ്പോൾ ഒരു സിംഗിൾ മൊമെൻ്റ് എന്ന് പറയുന്നതിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഓൺ എ ഡെയിലി ബേസിസ് ഇവിടെ കുട്ടികൾക്ക് ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റേജസ് ഉണ്ട്. അവിടെ കുട്ടികൾ പെർഫോം ചെയ്യുമ്പോൾ വരുന്ന ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ജെനുവിൻ അപ്രിസിയേഷൻ ഉണ്ട്. അത് കുട്ടികളിലുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ്, കുട്ടികളിലുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ജോയ്, കോൺഫിഡൻസ്, ഇതൊക്കെ കാണുമ്പോൾ എനിക്കെപ്പോഴും എവിടെയൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നാറുണ്ട്. കാരണം ഇവിടെ കുട്ടികൾ വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടെന്നും അതിങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നും ഒരു ഐഡിയ ഉള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ട്രെയിനിങ് ടീച്ചേഴ്സ് നമുക്കുണ്ട്, അതിൻ്റെ ഒരു ടീം. പിന്നെ ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സപ്പോർട്ടിങ് സ്റ്റാഫിൻ്റെ ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീമുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബിഹേവിയറൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ടീം, ഇവിടെ റീഹാബ് സെൻ്റർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ ഓരോ ദിവസവും പെർഫോം ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണുമ്പോൾ, അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് അവരുടെ പെർഫോമൻസ് മാത്രമല്ല ഞാൻ പ്രൗഡായിട്ടുള്ളത്, ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതും എനിക്കൊരു വലിയൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. സോ ഐ ഗെസ് ദാറ്റ് ആൻസേഴ്സ് യുവർ ക്വസ്റ്റ്യൻ.